വിളിച്ച് ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാനിപ്പോഴും ദുബായി തന്നെയാണ്. ഒരുപാട് നല്ല ആൾക്കാരെന്നെ വിളിച്ച് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെയാണ്. ഞാനിങ്ങനെ ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂല കാരണം എന്താണെന്ന്. ഇപ്പോഴീ പുതിയതായിട്ട് വന്ന പ്രശ്നം അപ്പോഴാണ് ഞാൻ FB പോസ്റ്റ് കണ്ടത്. എനിക്ക് രേണുവിന്റെ വിഷമവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. പക്ഷെ നിനക്ക് ആ മെമ്പർഷിപ്പിൽ എപ്പോഴും ഫോട്ടോ ഇടാനും വീഡിയോ ഇടാനും നിനക്ക് സമയമുണ്ടല്ലോ. ഇവിടെ കിടന്ന് കരഞ്ഞു മെഴുകുന്നു, അവിടെ ആണെങ്കിൽ സബ്സ്ക്രിപ്ഷനകത്ത് എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഫോട്ടോസും കാര്യങ്ങളും ഇടുന്നതിനൊന്നും നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? അവിടെ ഈ കണ്ണീരും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഭയങ്കര കരച്ചിലാണ്. പക്ഷെ സബ്സ്ക്രിപ്ഷനകത്ത് കാണിക്കുന്നത് എന്താണ്? പിന്നെ കിച്ചുവിന്റെ വീഡിയോ ഇന്നലെ വന്നതിന് ശേഷമാണ് ഈ പറയുന്ന ഷഫീന ബീബി അവിടെ പോയിട്ടുണ്ടായിരുന്നു. കിച്ചുവിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഷഫീനയുടെ മകൻ കിച്ചുവായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ജനങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. അതുപോലെ തന്നെ ഈ കിച്ചുവിന്റെ ബാങ്ക് ഡീറ്റെയിലും GPay നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് യോജിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, നിങ്ങൾ അതിൽ യോജിക്കുന്നുണ്ടോ? ഇത് ഞാൻ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. കിച്ചുവിന് പൈസ കൊടുക്കാൻ നിങ്ങൾ ജനങ്ങൾക്ക് താല്പര്യമാണോ? എനിക്കറിയത്തില്ല, ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറ. കാരണം 10-22 വയസ്സുണ്ട്, അവന് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അവനൊരു വീഡിയോ വിട്ടാൽ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ 5 ലക്ഷം രൂപയോളം 5 ലക്ഷം പോട്ടെ 5 ലാഖോ വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അവന് പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. നിങ്ങളുടെ ഇഷ്ടമാണ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പം ആ ഒരു സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഡാനി സത്യനാണ്, ഞാൻ വേണ്ടാന്നേ പറയത്തുള്ളൂ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഇത് അവിടെ അവന്റെ വില പോവാണ്. അത്രയും ഒരു ചെറുക്കൻ്റെ അത്യാവശ്യം യൂട്യൂബ് ചാനലുള്ള ഒരു ചെറുക്കൻ അവനെ കറങ്ങാനും മാലിയിൽ പോകാനും അവിടെ പോകാനൊക്കെ അവന്റെ പൈസയുണ്ട്. അവന്റെ പഠിപ്പ് ഇപ്പോൾ പാതി വെച്ചും കൊണ്ട് മുടങ്ങും അങ്ങോട്ട് ചെയ്തെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ട്. അവന്റെ ഫീസിന്റെ എന്തോ ഫ്ലവേഴ്സ് ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അവന്റെ ഫീസിന്റെ കാര്യത്തിൽ എന്തോ ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ അങ്ങോട്ട് പാതി വെച്ച് മുടങ്ങും അങ്ങോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ പഠിക്കാനും പോയിട്ടില്ല. ഇപ്പം പല ആൾക്കാരും അവനെ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ പല ആൾക്കാരോടും പറയുന്നുണ്ട് അവന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാനും പറയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. കിച്ചുവിനാണ് അഥവാ കൊടുക്കുന്നവർ കിച്ചുവിൻ്റെ അക്കൗണ്ടിൽ കൊടുക്കുക. വേറെ ത്രൂ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാലവതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. രേണു പറ. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും താഴ്ത്തുന്ന ഒരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒരു മാനിപ്പുലേഷനും ഇല്ല രേണുസുതി. അത് രേണുസുതി മനസ്സിലാക്കണം. നിങ്ങളുടെ സ്വന്തമല്ല എടുത്ത് എന്താ വളർത്തുമോനോ എന്തുവാണെങ്കിലും നിങ്ങൾ പറ. എനിക്കൊന്നാമത് വയ്യ, എൻ്റെ വായിൽ എന്തോ വരുന്നതെന്ന് പോലും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കിച്ചുവിൻ്റെ കാര്യം തന്നെയാണ്. കിച്ചു അവൻ്റെ ലൈഫ് സ്റ്റോറി എന്നും പറഞ്ഞെടുത്ത് ഇട്ടതാണ്. അല്ലാതെ ഈ ഷഫീന ബീവിയോ ആരോ ഒന്നും പറഞ്ഞ് ചെയ്യിപ്പിച്ചൊന്നുമല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തിങ്ക് ചെയ്ത് ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പാണ് അങ്ങനെയാണെന്നുള്ള രീതിയിൽ സംസാരിക്കരുത്. അത് അവന് സ്വയം തോന്നിയിട്ടതാണ്. അവൻ വിളിച്ചു പറയാനായിരുന്നെങ്കിൽ അവന് ഇതൊന്നും അല്ല, ഇതിന്റെ അപ്പുറത്തെ കേസ് വിട്ട് അവൻ വിളിച്ചു പറഞ്ഞാൽ ഒന്നും പറയാനില്ല. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെ ഒന്നും തീരത്തില്ല. അറിയുന്നവർക്ക് അറിയാം. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ചേട്ടനോടുള്ളപ്പോഴും ചേട്ടൻ മരിച്ചപ്പോഴും എല്ലാം. പക്ഷെ ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എന്റെ കുറ്റം കാണാനും ആണ് നേരം. എനിക്കന്ന് 23 വയസ്സേ ഉള്ളൂ. 24 വയസ്സേ ഉള്ളൂ. ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ടും ഞാൻ അമ്മയായിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചവരെ. അതാരും ഓർക്കുന്നില്ല. ഇന്ന് ഈ നിമിഷം വരെ എന്റെ കൈ കൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിച്ചില്ല. എന്തൊക്കെയാ പറയുന്നത്? കൊല്ലം സ്തുതിയുള്ള സമയത്ത് ഇവന് കമ്പ്യൂട്ടറും കുറെ കാര്യങ്ങളും ഏതാണ്ടൊക്കെ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തെ അവിടെ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയ ഒരു വ്യക്തിയായിരുന്നു അവര്. അത് വേറെ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ അറിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രേണു സുധി ഇവന് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 300 രൂപ 500 രൂപ 1000 രൂപയൊക്കെ. ഈ അടുത്ത സമയത്ത് ഒരു ലൈവിലൊക്കെ വന്നിട്ട് ഇവൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ല കാര്യങ്ങളൊക്കെയാണ് പറയുകയൊക്കെ ചെയ്തത്. അതിനെ കണ്ടിട്ട് ഇവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ സംസാരം. ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു സുഹൃത്താണ്. അവൻ ആ സമയത്ത് ആ ഭാഗത്തുണ്ടായിരുന്നു. അവൻ ഈ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തത്. അറിയാലോ, ഇവിടെ പുറകെ എപ്പോഴും ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് കുറേ എണ്ണം നടക്കുമല്ലോ. നമുക്കറിയാവുന്ന കുറേ ആൾക്കാരും ഉണ്ട് ഇവിടെ കൂട്ടത്തിലാണ്. ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ സമയത്തൊക്കെ ഈ പറയുന്ന രേണുസുതി അവനും പൈസയൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ ആ കിച്ചുവിനെ കുറിച്ച് എനിക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാമെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം അപ്പം അവൻ വലിക്കുന്ന കാര്യങ്ങൾ വരെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ വിശ്വസിച്ചില്ലായിരുന്നു. ഇന്നലെ അവൻ്റെ വീഡിയോ കൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
അപ്പം ഈ പറയുന്ന രേണുവിന് പൈസ ഇട്ട് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്തിട്ടുള്ളത്, അതൊക്കെ കറക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഇപ്പം ഈ പിരിവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. എന്തായാലും എൻ്റെ രേണു, നീ കാണിച്ച ഓരോ കള്ളത്തിനും നീ അനുഭവിക്കണം. ഇപ്പം ചിലപ്പോൾ സപ്പോസ് ഈ ഒരു കാര്യത്തിൽ നീ ഇപ്പം നിരപരാധിയാണെന്ന് വെച്ചോ, പക്ഷെ നീ ചെയ്ത് കൂട്ടിയതിൻ്റെ ഫലമാണ് നീ ഇപ്പം അനുഭവിക്കുന്നത്. ഉണ്ട് ഇതിനകത്ത് വന്ന ആൾക്കാരിൽ ഉപദ്രവിച്ചവരുമുണ്ട് ആ കുട്ടിയെ. കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ വായിൽ തന്നെ. ഞാൻ ഇന്ന് വരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് എന്നെ കുറ്റപ്പെടുത്തി എനിക്കറിയില്ല. അപ്പം പിന്നെ പോസ്റ്റ് കണ്ടപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയത്, മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചത്. ഒന്നുമല്ല, ഷഫീന ബീവിയുടെ നെഞ്ചത്തോട്ട് ദേവി എടുത്തിടാൻ പോവല്ലേ. ഇത് അവൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇവന്റെ ഇത് കണ്ടോണ്ടാണ് അവരങ്ങോട്ട് പോവുകയും ചെയ്തത്. പിന്നെ അവിടെ ചെന്നിട്ട് അവരെന്താണ് പ്ലാൻ ചെയ്തതെന്നൊന്നും നമുക്കറിയത്തില്ല. ഒരു കാര്യം കണ്ടതിൽ അവിടെ ചെന്നിട്ട് ആ സ്ത്രീ എന്തൊക്കെയാണ് അവൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടത്. ഇപ്പം ബാങ്ക് ഡീറ്റെയിൽ കിടക്കുന്നത് ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്. കാരണം അവൻ അത്യാവശ്യം ഒരു യൂട്യൂബ് ഉള്ളൊരു ചെറുക്കനാണ്, നല്ലൊരു വരുമാനമുള്ളൊരു പയ്യനാണ്. അവൻ ഇതൊക്കെ വെക്കുമ്പോൾ എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അവൻ്റെ സമ്മതത്തോടാണോ അത് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. എടാ കിച്ചു, ഇപ്പം ഇത്ര ഒരു വരുമാനം മേടിക്കുന്ന നീ ചിന്തിക്കണം, നിനക്ക് വേണ്ടി ഇനി ആൾക്കാർ പിരിവിടാൻ തുടങ്ങുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു നാണക്കേടായിരിക്കും. നിന്നെ പഠിപ്പിക്കുന്ന ഫ്ലവേഴ്സ് അല്ലേ, അവർ വല്ല ഫീസ് വല്ല മുടക്കുകയെല്ലാം ചെയ്തതാണ്. അങ്ങനെ ഒരു സംസാരം ഞാനും കേട്ട് അവരിങ്ങനെ ഫീസും കാര്യങ്ങളൊക്കെ മുടക്കി എന്നുള്ള രീതി കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം പഠിക്കാൻ പോകുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു കാര്യം ഞാൻ പറയാം, അത് ഇച്ചിരി എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് താല്പര്യമില്ല, പക്ഷെ ഞാനങ്ങ് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറ. എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. എന്റെ ലൈഫിൽ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഈ പ്രശ്നം നിങ്ങൾ പ്രശ്നത്തിലാണോ എന്നറിയാവുന്നവരുമായിട്ട് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, ഒരു അമ്മയാണ് ഞാൻ മിനിഞ്ഞാന്ന് വരെയും. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാനൊരു കാര്യം പറയാം രേണു, മിനിഞ്ഞാന്ന് വരെ നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ കൊടുത്തതിൻ്റെ ഒക്കെ ലിസ്റ്റ് പുറത്ത് വിട്ടേര്. അല്ല അത്രയ്ക്ക് ഇതാണെങ്കിലോ. പക്ഷെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളും അമ്മയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതിൻ്റെ കണക്കുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വിളിച്ച് പറയുന്നതിൽ എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. അവൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വന്നിങ്ങനെ മിന്നായം പോലെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അത് രേണുസുതിക്ക് കൊണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറം അവൻ പറഞ്ഞാൽ നീ ചത്തുപോയല്ലോ. ഇവിടെ ആ സമയത്ത് തന്നെ ഷഫീന ബീബി അങ്ങോട്ട് എഴുന്നള്ളുകയും ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അറിയാമല്ലോ, എവിടെ ഗോളടിക്കാൻ അവസരം കിട്ടിയാലും അവിടെ പോയി പുള്ളി ഗോളടിക്കാൻ നോക്കും. അത് പുള്ളിയുടെ ഒരു ശൈലിയാണ്. ഇതെല്ലാം ഞാൻ ത്രൂവിലാണ് നടക്കുന്നത്, ഞാൻ ആയിരിക്കണതെല്ലാം. അത് പുള്ളിക്ക് ഒരു ക്രെഡിറ്റിന്റെ ഒരാളാട്ടോ. അത് അങ്ങ് എഴുതാനാ. എനിക്കൊന്നും അറിയില്ല. ടോട്ടലി ഐ ആം കൺഫ്യൂസ്ഡ്. മനസ്സിലായി, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാനിപ്പുലേറ്റിംഗ് ആണ്. ഒരു മാനിപ്പുലേറ്റിംഗ് ഒരു കുഴപ്പമല്ല. ഇനി നീ കിടന്ന് കരയാൻ കിരിയാനൊക്കെ പോകണ്ട. ഇനി നമുക്ക് വേറെ വല്ലതും വെക്കാം. ഇതല്ലേ, ഇതാണ് ഈ പറയുന്ന കൊച്ചൻ്റെ ഐഡിയും ഒക്കെ ഷഫീന വെച്ചിരിക്കുന്നത്. ഞാൻ അത് കൂടുതലൊന്നും വെക്കാൻ നിൽക്കുന്നൊന്നുമില്ല. പിന്നെ ഷഫീനയുടെ മോനും കിച്ചുവും എല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ. പിന്നെ ഇന്നലത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. തുറക്കാൻ പറ്റുന്നില്ല ഇവർക്ക്. ഈ കണ്ടന്റ് ഓളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോ രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളവർക്ക്. വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ ജസ്റ്റ് എന്റെ രേണുസുതി, നിന്റെ കൂടെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരാൾക്കാർ പോലും നിനക്കില്ല. എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം 6-7 മാസം ആ സജന ചേച്ചി കിടന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ കണ്ട ശ്രീതു എന്ന് പറഞ്ഞ ഒരാൾ കയറി വന്നിട്ട് അവരും കുറെ പ്രസംഗിക്കുന്നു. ഇപ്പൊ അവര് കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവരാരും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവസാനം ഇവള് തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്യേണ്ട അവസ്ഥയായെന്ന് തോന്നുന്നു. ഇതാണ് ഈ അനുഭവി കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ നീ നിരപരാധിയാണെങ്കിലും അനുഭവിക്കുക. അല്ല ഇപ്പം എന്താ പണ്ട് വന്ന് കുറെ തള്ളിയ വീഡിയോസുകളുണ്ട്, ഞാൻ അതൊന്ന് വെച്ച് തരാം. എല്ലാരും ഇരുന്നൊന്ന് കാണണം അന്നത്തെ തള്ളു. എന്റെ പൊന്നോ, വീഡിയോസ് ഒക്കെ പോയോ ചെയ്യുമായിരിക്കും. ചെറിയ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമുക്ക് ചാറ്റിന്റെ കാര്യം നോക്കാതെ. ഇനി എന്താ ചോദിക്കാറുള്ളത്? എന്റെ പൊന്നു തോത്തമ്മ, കിച്ചുമോനോട് ടാറ്റു വന്നിട്ടുണ്ടാക്കാന്ന്. എന്റെ പൊന്നു തോത്തമ്മ, അന്നുമില്ലേ ഒന്നും ഇല്ലാത്തതിനോട് എന്നാ വന്നിട്ട് എന്നാ കാര്യം? അമ്മ കൊണ്ട് രാവിലെ കാപ്പി ക്രീം ബിസ്ക്കറ്റ് തരുമായിരുന്നു. അവളെ കൊണ്ട് അറിയിച്ചു
എന്തൊരു സ്നേഹം, മക്കളോട് എന്തൊരു സ്നേഹം. ആ സമയത്ത് ബിഗ് ബോസിൽ നിന്ന് ഒരു ദിവസം 3000 രൂപ കിട്ടത്തുള്ളായിരുന്നു. ബാക്കി എല്ലാവർക്കും 1,50,000 60,000 ഒക്കെ ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരി നൈസായിട്ട് അങ്ങ് പോയി. പക്ഷെ രേണു ചോദിച്ചായിരുന്നെങ്കിൽ ആ സമയത്ത് 10, 20, 30, 50 ഒക്കെ കിട്ടിപ്പോയേനെ. കാരണം അതുപോലുള്ള ഫെയിമിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രേണു. പക്ഷെ എന്ത് ചെയ്യാനാ, അതിനുള്ള ബോധം പോലും ഇല്ലാണ്ടായിപ്പോയി. പിന്നെ അവിടെ നിന്ന് ചാടി നേരെ ദുബായിലോട്ട് പോയി. ഇനി വേറൊരു തള്ളും കൂടെ വെച്ചിട്ട് നമുക്കങ്ങ് അവസാനിപ്പിക്കാം. പക്ഷെ എന്റെ പിള്ളേരുടെ കാര്യം ഇങ്ങനെ തന്നെ ഓർക്കുമ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. പക്ഷെ എനിക്ക് എന്റെ മക്കളെന്ന് വെച്ചാൽ എനിക്ക് ചത്ത് കിടക്കുക. ഞാൻ എനിക്ക് അറിയില്ല, അങ്ങനെയാണ് ഞാൻ മരിച്ച സമയത്ത് ഒരു ട്രോമ വന്നത്, ഒരു വല്ലാത്തൊരു അവസ്ഥ വന്നത്. എല്ലാവരും അടുത്തുണ്ടായിരുന്നു. ഞാൻ യാത്ര ചെയ്യുന്നതൊക്കെ ഈ ഒരു ഇത് മാറാനായിരുന്നു. ഞാൻ ആ കൊച്ചന്റെ വെക്കുന്നില്ല. സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ അവർക്ക് ട്രോമ ഉണ്ടായിരുന്നു, മാങ്ങാ തൊലി ഉണ്ടായിരുന്നെന്ന്. ഓരോരുത്തന്മാർ അത് ആഘോഷമാക്കി. 1,89,000 രൂപ ബില്ലടച്ചിട്ട് അതുകൊണ്ട് കൊടുത്ത് ഫ്ലവേഴ്സിന്റെ അടുത്ത്. സംഭവം നോക്കുമ്പോഴത്തേക്ക് 89,000 രൂപയുടെ ചിലവേ ഉള്ളായിരുന്നു. അതിൽ നിന്നും കമ്മീഷൻ, മരണത്തിന് വരെ കമ്മീഷൻ മേടിച്ച ടീമുകളാണ്. അതൊക്കെ മേടിച്ചും ഉണ്ടാക്കിയോളാം അവളൊക്കെ. ഇപ്പം ഇരുന്ന് കരയുന്നു. പിന്നെ ഷഫീന ബീബിയെ വെച്ച് എന്തൊക്കെയോ ഇവർ പറയുന്നുണ്ട്. ആ കിച്ചുവിൻ്റെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് അവരവിടെ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ ഈ പറയുന്ന ബാങ്ക് ഡീറ്റെയിലും അതും ഇതൊക്കെ കൊണ്ടുവരുന്നതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പോ കാര്യങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ പ്രേക്ഷകർ പറയാം എന്താണെന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.